നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന കുംഭക്കൂറിലാണ്, ശേഷം 15 നാഴിക മീനക്കൂറിലാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് അത്ര അനുകൂലമായിരിക്കുന്നൊരു മാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ദൈവാധനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 6-ാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാറിയിട്ടുണ്ട്. അതുപോലെ ഭാഗ്യാധിപതിയും 4-ാം ഭാവാധിപതിയും ആയിരിക്കുന്ന ശുക്രനും 6-ലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവാധനക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ കാര്യതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, എന്ത് കാര്യവും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യണം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുക. അതേപോലെ തന്നെ വിദേശ യോഗമുണ്ട്. എന്നാൽ പോലും ദൈവാധീനം ഇല്ലാത്ത കാരണം കൊണ്ട് തടസ്സങ്ങൾ കൂടുതലായിരിക്കും. കാരണം 7-ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ്. എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരും, അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടാകുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. ശത്രുസ്ഥാനത്ത് വ്യാഴവും ശുക്രനുമാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യുമ്പോഴും വേണ്ട രീതിയിലുള്ള അഭിവൃദ്ധി അനുകൂലാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രം, നെയ്വിളക്ക്, ഭാഗ്യസുത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ദേവീക്ഷേത്രത്തിലും ഗുരുദപുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. എന്തായാലും ശത്രുക്കൾ ഉണ്ടാവില്ല, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് കുറവുണ്ടാകും. പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അനുകൂലാവസ്ഥ ഉണ്ടാവില്ല. എന്ത് കാര്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും. കാരണം 5-ാം ഭാവത്ത് മനസ്സിൻ്റെ സ്ഥാനത്ത് ബുദ്ധികാരകനായിരിക്കുന്ന ബുധനാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലതാണ്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള യോഗമുണ്ട്, അതും നല്ലതാണ്. പക്ഷെ മറ്റൊരു സഹായത്തിലൂടെ കിട്ടാനുള്ള യോഗം കാണുന്നില്ല. കർമാധിപതി ബലവാനാണ്. ജോലി ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്ന ജോലിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും. എന്നാൽ പുതിയ തൊഴിലെടുക്കാൻ അന്വേഷിക്കുന്നവർക്ക് കുറച്ച് അരച്ചിൽ കാര്യങ്ങളൊക്കെയാണ്, വലിയൊരു ഗുണം പറയാൻ വയ്യ. അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശാക്ഷരി ജപിക്കുക. ഭാഗ്യസുത്താർച്ചന, നെയ്വിളക്കും വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യവും ടെൻഷൻ ഇതുപോലുള്ള കാര്യങ്ങളാണ്, വീട് വിട്ട് നിൽക്കാനാണ് യോഗം. നിവർത്തി സ്ഥാനാധിപതി 4 നിൽക്കുന്നത് കാരണം കൊണ്ട് വീടിൻ്റെ നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ഭാര്യയായിരിക്കും ചെയ്യുക. പക്ഷെ 4-ാം ഭാവത്തിൽ കേതു നിൽക്കുകയും 4-ാം ഭാവാധിപതി 4 നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം കൂടുക, എടുത്തേട്ടം കൂടുക, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാൽ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് വളരെ നല്ല അനുകൂലമായ ഗുണമാണ് കാണുന്നത്. കാരണം മീനക്കൂറാണ്. 4-ൽ നിന്നിരുന്ന വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ അത് കാരണം ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് രക്ഷാസ്ഥാനത്തുണ്ട്. അപ്പം നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാൽ 10 രൂപ ചിലവാക്കേണ്ടിടത്ത് 20 രൂപ ചിലവാകും. ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ കാൽപാദത്തിന് വേദന ഉണ്ടാകും. 10 രൂപ ഇട്ട് 20 രൂപ ചിലവാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ അലസത, മടി, നിരാശ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പക്ഷേത്രം നീരാഞ്ജനം വഴിപാട് ചെയ്യുക, രാഹുപൂജ ചെയ്യുക, കേതുപൂജ ചെയ്യുക. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.